ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 097/2023 ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചോദ്യപേപ്പർ. അപ്പോൾ ഈ ചോദ്യങ്ങൾ LDC പരീക്ഷയ്ക്ക് ചോദിക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും എന്ത് ചെയ്യാം, ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഏത് സംസ്കൃത കൃതിയിലാണ് മധ്യകാല കേരളത്തിലെ പ്രധാന നഗരങ്ങൾ വിവരിച്ചിരിക്കുന്നത്? എവിടെയാണ്? ശുഗ സന്ദേശം എന്നാണ് കേട്ടോ. ശുഗ സന്ദേശം. ഓപ്ഷൻ സി ആണ് ആൻസർ. ശുഗ സന്ദേശം. രണ്ടാമത്തെ ചോദ്യം: ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണലിൻ്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു ആര്? ശ്യാംജി കൃഷ്ണവർമ്മ കേട്ടോ. ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന ജേണലിൻ്റെ ആദ്യ എഡിറ്റർ ആയിരുന്നു ആര്? ശ്യാംജി കൃഷ്ണവർമ്മ. മൂന്നാമത്തെ ചോദ്യം: റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി ആരുടെയാണ്? MN റോയിയുടെയാണ് കേട്ടോ. MN റോയ്. ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന UNOയുടെ ഏത് സംഘടനയാണ്? ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് UNOയുടെ ഏത് സംഘടനയാണ്? ആ പൊതുസമ്മേളനം കേട്ടോ. പൊതുസമ്മേളനമാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ടൗൺ മീറ്റിംഗ് ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്നത് UNOയുടെ ഏത് സംഘടനയാണ്? പൊതുസമ്മേളനം കേട്ടോ. പൊതുസമ്മേളനം. അഞ്ചാമത്തെ ചോദ്യം: താഴെ പറയുന്നവരിൽ ആരാണ് 1857 കലാപത്തെ സമ്പൂർണ്ണ ദേശഭക്തി വിരുദ്ധവും സ്വാർത്ഥവുമായ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, സർ ജോൺ സീലി കേട്ടോ. സർ ജോൺ സീലിയാണ്. ആറാമത്തെ ചോദ്യം: നിലവിലെ ആസിയാൻ സെക്രട്ടറി ജനറൽ ആരാണ്? ഡോക്ടർ കാവോ കിം ഹോൺ കേട്ടോ. ഡോക്ടർ കാവോ കിം ഹോൺ ആണ് ആസിയാൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ. ഏഴാമത്തെ ചോദ്യം: ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ചേരും പിടിച്ചെടുക്കുക. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ കൊടുത്തേക്കുന്നത് ഗുട്ടൻബർഗ്, റെപ്പറ്റി, മൊഹോറോ വിസിക്ക, കോൺറാഡ് ഇത്രയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലിസ്റ്റ് 2 പ്രദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പുറംതോട്, ആവരണം, മുകളിലും താഴെയുമുള്ള പുറംതോട്, ആവരണവും കാമ്പും അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്നാണ് ചോദ്യം. നമുക്കതിന് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി, ഗുട്ടൻബർഗ് എന്താണ്? ആവരണവും കാമ്പവും. അതേപോലെ തന്നെ റെപ്പറ്റി എന്നുള്ളത് പുറത്തെ ആവരണവും അകത്തെ ആവരണവും. അതേപോലെ തന്നെ മൊഹോറോവിസിക്ക് പുറംതോട് ആവരണം. അതേപോലെ തന്നെ കോൺറാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലും താഴെയുമുള്ള പുറംതോട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം: അവശിഷ്ട പാറകളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അവയിൽ ഫോസിലുകളും അവശിഷ്ടങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ പാറകൾ വളരെ മൃദുവാണ്. അവ പല പാളികളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത്. താഴെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. ഒൻപതാമത്തെ ചോദ്യം: താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായ ചേരുംപടി ചേരുന്നത്? ഇതിലേതാണ് ഒൻപതാമത്തത്? 1ഉം 3ഉം ആണ് കേട്ടോ ശരി. അതായത് ജോഗ് വെള്ളച്ചാട്ടം കർണാടക, അതേപോലെ ദൂത് സാഗർ എവിടെയാണ്? ഗോവ. ഇത് രണ്ടുമാണ് ശരി. 1ഉം 3ഉമാണ് ശരിയായത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പത്താമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത്? പാക്കടലിടുക്കാണ് കേട്ടോ. പാക്കടലിടുക്കാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 11ാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏത് നദിയാണ് കിഴക്കോട്ട് ഒഴുകുന്നത്? ഏതാണ്? പാമ്പാർ നദി കേട്ടോ. ഓപ്ഷൻ എ പാമ്പാർ നദിയാണ്. 12ാമത്തെ ചോദ്യം: നാസയുടെ ക്യൂരിയോസിറ്റി റോവർ അടുത്തിടെ ക്രപ്പസ്കുലർ രശ്മികൾ പിടിച്ചെടുത്തത് ഏത് ഗ്രഹത്തിൽ നിന്നാണ്? ചൊവ്വ കേട്ടോ. ചൊവ്വ. ഓപ്ഷൻ ബി ചൊവ്വയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 13ാമത്തെ ചോദ്യം: താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരിയായ ചേരുംപടി ചേരുന്നത്? സിഡ്ബി പൊതുമേഖലാ ബാങ്ക്, മ്യൂണിച്ച് റീ ഇൻഷുറൻസ് കമ്പനികൾ, IIFCL ധനകാര്യ സ്ഥാപനങ്ങൾ, NHB സ്വകാര്യ മേഖല. ഇവിടെ രണ്ടാമത്തതും മൂന്നാമത്തതും ഇതാണ് ശരിയായ ചേരുംപടിയായിട്ട് വരുന്നത് കേട്ടോ. മ്യൂണിച്ച് റീ ഇൻഷുറൻസ് കമ്പനികൾ,
അതേപോലെ തന്നെ IIFCL ധനകാര്യ സ്ഥാപനങ്ങൾ. ഇത് രണ്ടുമാണ്, അതായത് 2ഉം 3ഉമാണ് ഇവിടെ ശരിയായ പ്രസ്താവനകളായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഈ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഹരിത വിപ്ലവം സാങ്കേതിക വിദ്യ എന്നത് HYV വിത്തുകൾ, വളം, ജലസേചനം എന്നിവയുടെ ഒരു പാക്കേജാണ്. 1965 കാർഷിക വില കമ്മീഷൻ നിലവിൽ വന്നത്. 1961 IAAP നടപ്പിലാക്കിയത്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇതിൽ ശരിയായതാണ് ചോദിച്ചേക്കുന്നത് 1, 2, 3 കേട്ടോ. 1, 2, 3 ഇവയാണ് ശരിയായ പ്രസ്താവനകളെന്ന് പറയുന്നത് കേട്ടോ. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൻ ബോർലോഗാണ്. ഇവിടെ കൊടുത്തേക്കുന്നത് MS സ്വാമിനാഥനാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ കേട്ടോ. അപ്പോൾ 14ാമത്തതിൻ്റെ ആൻസർ ആണ് ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. 1, 2, 3 എന്നിവ എന്താണ് ശരിയാണ്. 15ാമത്തെ ചോദ്യം, ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ഉത്തരം? പാല്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ GST 5%. 2017 ജൂലൈ 1 ലക്ഷ്യസ്ഥാനത്തെ അടിസ്ഥാനമാക്കിയുള്ള നികുതി നടപ്പാക്കി. കാസ്കേഡിംഗ് ഇഫക്റ്റും പരോക്ഷ നികുതികളുടെ ഗുണത്തിലുമുള്ള കുറവും മറികടക്കുക. GST കൗൺസിൽ എന്ന ഭരണഘടനാ സ്ഥാപനമാണ്. ഇതിൽ ശരിയെന്ന് പറഞ്ഞാൽ 1, 2, 3, 4 കേട്ടോ. ഒള്ളി 2, 3, 4 ഓപ്ഷൻ B ആണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ചേരുംപടി ചേരുന്നത്? താഴെ ഹാരോൾഡ് ഡോമറുണ്ട്, പഞ്ചവത്സര പദ്ധതികളുടെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ 4, 1, 2 ഇതാണ് ശരി കേട്ടോ. 4, 1, 2 അതായത് നാലാമത്തെ നോക്കുകയാണെങ്കിൽ DP ധാർ മോഡലാണ് 5ാം പഞ്ചവത്സര പദ്ധതി. അതേപോലെ ഹാരോൾഡ് ഡോമർ മോഡൽ ആദ്യ പദ്ധതി, രണ്ടാമത്തെ മഹലനോബിസ് മോഡൽ 2ാം പഞ്ചവത്സര പദ്ധതി. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ D ആണ് കേട്ടോ. ഓപ്ഷൻ D ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 4, 1, 2 ഇവ ശരിയാണ്. 17ാമത്തെ ചോദ്യമാണ്, സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് തെറ്റ്? BOP പ്രതിസന്ധി മറികടക്കാൻ 1991 വിദേശ നയത്തിനെതിരായ ഇന്ത്യൻ കറൻസി വിലമതിക്കപ്പെട്ടു. വ്യാവസായിക മേഖലയുടെ നിയന്ത്രണം എടുത്തു കളയുന്നതിന് മുമ്പ് 17 വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് കീഴിൽ സംവരണം ചെയ്തിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചാൽ 1ഉം 3ഉമാണ് കേട്ടോ. 1ഉം 3ഉം എന്താണ്? തെറ്റാണ്. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന തെറ്റാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ C ആണ് കേട്ടോ. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായി ചേരുംപടി ചേരുന്നത്? ലോകബാങ്ക്, അജയ് ഗംഗ, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ, അൽമാൻഡോസ്, അതേപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ദിനേശ്. ഇതിൽ ഇവയെല്ലാം എന്താണ്? ശരിയായതാണ് കേട്ടോ. ഇവയെല്ലാം ശരിയാണ്. 1, 2, 3 ഇവയെല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. 19ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്തത്? ആരാണ്? ജവഹർലാൽ നെഹ്റു അംഗമല്ലായിരുന്നു. ഓപ്ഷൻ D ആണ് ആൻസർ. ഇനി 20ാമത്തെ ചോദ്യം, ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 എങ്ങനെ ഭേദഗതി ചെയ്യാം? പ്രത്യേക നടപടിക്രമം വഴി കേട്ടോ. പ്രത്യേക നടപടിക്രമം വഴി. ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368 ആണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഭേദഗതി ചെയ്യാം? പ്രത്യേക നടപടിക്രമം വഴി ഭേദഗതി ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. ഓപ്ഷൻ C ആണ് ആൻസർ. ഇനി 21ാമത്തെ ചോദ്യമാണ്, ഒരു സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗത്തെ ആർക്കാണ് നീക്കം ചെയ്യാൻ കഴിയുന്നത്? അത് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് കേട്ടോ. ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. 22ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കോ വാറന്റോയുടെ റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അടിസ്ഥാനം അല്ലാത്തത് എന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അടിസ്ഥാനം അല്ലാത്തത് ഏതാണ്? കേസിൽ പൊതു താല്പര്യം നിലനിൽക്കില്ല. കേസിൽ പൊതു താല്പര്യം നിലനിൽക്കില്ല എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ D ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി
ഇന്ത്യൻ ഭരണഘടനയുടെ 11-ാം പട്ടികയിൽ എത്ര ഇനങ്ങൾ അടങ്ങിയിരിക്കുന്നു? എത്ര ഇനങ്ങളാണ്? 29 ഇനങ്ങൾ കേട്ടോ. 29 ഇനങ്ങൾ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 24-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥകൾ കൊണ്ടുവന്നത്? ഏതാണ്? 91-ാമത്തെ ഭേദഗതി. 91. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 25-ാമത്തെ ചോദ്യം, ഇരട്ട അപകടത്തിനെതിരെ പരിരക്ഷ നൽകുന്ന ആർട്ടിക്കിൾ തിരിച്ചറിയുക. ഏതാണ്? ആർട്ടിക്കിൾ 20 കേട്ടോ. ആർട്ടിക്കിൾ 20 ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇലക്ട്രൽ കോളേജ് രൂപീകരിക്കാത്തത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. രാജ്യസഭയുടെ കാര്യമാണ് പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി 27-ാമത്തെ ചോദ്യം, 2022 ഇന്ത്യൻ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നത് ആരാണ്? മാർഗരറ്റ് ആൽവ കേട്ടോ. മാർഗരറ്റ് ആൽവ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 28-ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി KSDMA സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണ് താഴെ പറയുന്നവയിൽ ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്? അത് KSDMA ഒരു നിയമാനുസൃതവും സ്വയംഭരണാധികാരമുള്ള സ്ഥാപനമാണ്. കേരള മുഖ്യമന്ത്രിയാണ് KSDMAയുടെ ചെയർമാൻ. KSDMAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ചീഫ് സെക്രട്ടറി. റവന്യൂ ദുരന്ത നിവാരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് KSDMAയുടെ വകുപ്പ് മേധാവികൾ. അപ്പോൾ ഇതിൽ ശരിയായി വരുന്നത് ആദ്യത്തേത് തെറ്റാണ്. ബാക്കി 3 എണ്ണം 2, 3, 4 കേട്ടോ. 2, 3, 4 എന്നിവ എന്താണ്? ശരിയായ പ്രസ്താവനകളാണെന്ന് ഓർത്തിരിക്കുക. ഇനി 29-ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. 2021 നീതി ആയോഗ് ആരംഭിച്ച ആരോഗ്യ സൂചികയുടെ 4-ാം റൗണ്ടിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. മൊത്തത്തിലുള്ള ആരോഗ്യ പ്രകടനത്തിന് കാര്യത്തിൽ കേരളം 1-ാം സ്ഥാനത്തെത്തി. തമിഴ്നാടും തെലങ്കാനയുമാണ് ആരോഗ്യ മാനദണ്ഡങ്ങൾ 2, 3 സ്ഥാനങ്ങളിൽ. 2019-20 ആരോഗ്യ സൂചികയുടെ റഫറൻസ് കാലയളവ്. ലോകാരോഗ്യ സംഘടനയുടെ സാങ്കേതിക സഹായത്തോടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ഇതിൽ 1, 2, 3 അതായത് 4-ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. ബാക്കി 3 എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 3 എന്നിവ ശരിയാണെന്ന് ഓർത്തിരിക്കുക. 30-ാമത്തെ ചോദ്യം, സേവനങ്ങളുടെ കാര്യക്ഷമവും സമയബന്ധിതവുമായ ഡെലിവറി, ഗവൺമെൻറ്റിൻ്റെ പരാതികൾ പരിഹരിക്കൽ എന്നിവ വ്യവസ്ഥ ചെയ്യുന്നു നിയമം നിലവിൽ വന്നത് എന്നാണ്? 2012 കേട്ടോ. 2012 ഓപ്ഷൻ ബി ആണ് ആൻസർ. 31-ാമത്തെ ചോദ്യമാണ്, കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് 1758 1798 കാലത്ത് തിരുവിതാംകൂറിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയപ്പെടുന്നത് ഡാഷ് എന്നാണ്. എങ്ങനെയാണ്? ദിവാൻ കേട്ടോ. ഓപ്ഷൻ ഡി ദിവാൻ എന്നാണ്. 32-ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകാനും അവരെ പുനരധിവസിപ്പിക്കുവാനും തുടങ്ങിയത്? ഏതാണ്? തണൽ കേട്ടോ. തണലാണ് കേരള സംസ്ഥാനം വിഭാവനം ചെയ്ത ഏത് റെസ്ക്യൂ മിഷൻ പദ്ധതിയാണ് 2017 മുതൽ കുട്ടികളുടെ ക്ഷേമ കൗൺസിൽ പ്രശ്നബാധിതരായ കുട്ടികൾക്ക് സഹായം നൽകാനും അവരെ പുനരധിവസിപ്പിക്കുവാനും തുടങ്ങിയത്? ഏതാണ്? തണലാണ് കേട്ടോ. തണൽ. ഇനി 33-ാമത്തെ ചോദ്യമാണ്, കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ സർവീസ് പാർക്ക് സ്ഥാപിക്കുന്നതിനായി കണ്ടെത്തിയ സ്ഥലം ഏതാണ്? ഏതാണ്? തോന്നയ്ക്കൽ. ഏതാണ്? തോന്നയ്ക്കലാണ് കേട്ടോ. തോന്നയ്ക്കൽ. 34-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മനുഷ്യരിൽ രക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന വാഹന എക്സ്ഹോസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന മലിനീകരണത്തിൻ്റെ പേര് പറയുക. ഇതാണ് കാർബൺ മോണോക്സൈഡ് കേട്ടോ. ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. കാർബൺ മോണോക്സൈഡ്. മനുഷ്യരിൽ രക്തത്തിൽ ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയ്ക്കുന്ന വാഹന എക്സ്ഹോസ്റ്റുകളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന മലിനീകരണത്തിൻ്റെ പേര് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. അതേപോലെ തന്നെ പ്രകാശം പുറപ്പെടുവിക്കുവാനുള്ള കഴിവുള്ള ചില ജീവജാലങ്ങളുടെ സവിശേഷമായ സ്വത്താണ് ബയോലൂമിനസെൻസ്. ബയോലൂമിനസെൻസ് കഴിവുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ പേര് നൽകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റെനോപ്ലാന കേട്ടോ. സ്റ്റെനോപ്ലാനയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സ്റ്റെനോപ്ലാന.
mRNA-യുടെ വിവർത്തനം അവസാനിപ്പിക്കുന്നതിന് സ്റ്റോപ്പ് കോഡോൺ വളരെ അത്യാവശ്യമാണ്. താഴെ പറയുന്നവയിൽ നിന്ന് ഒരു സ്റ്റോപ്പ് കോഡോൺ തിരഞ്ഞെടുക്കുക എന്നാണ് UAG കേട്ടോ. ഓപ്ഷൻ ബി ആണ് UAG. 37ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സാധാരണ പ്രവർത്തനം മനസ്സിലാക്കാൻ ECG ഉപയോഗിക്കുന്നു. ഒരു ECG തരംഗങ്ങൾ പ്രധാനമായും 3 തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. അതിൽ QRS കോംപ്ലക്സ് ഡാഷിനെ പ്രതിനിധീകരിക്കുന്നു. ഏതിനെയാണ് 37ാമത്തെ ആൻസർ? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ കേട്ടോ. വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി 38ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്ലാസ്മോഡിയം എന്ന രോഗാണുവാണ് മനുഷ്യരിൽ മലേറിയ രോഗം പരത്തുന്നത്. ഈ ജീവി ഏത് വിഭാഗത്തിൽ പെടുന്നുവെന്ന് എഴുതുക. ഏതാണ്? പ്രോട്ടോസോവ കേട്ടോ. പ്രോട്ടോസോവയാണോ? 38 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 39ാമത്തെ ചോദ്യം. വൃത്തിയുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ അളവിലുള്ള മെർക്കുറി ഗോളാകൃതി സ്വീകരിക്കുന്നു. ഇതിനു പിന്നിലെ കാരണം ഡാഷ് ആണ്. ഏതാണ്? പ്രതലബലം കേട്ടോ. ഓപ്ഷൻ ബി പ്രതലബലമാണ്. ഇനി അടുത്തത് 40ാമത്തെ ചോദ്യം. മൈക്രോവേവ്, അൾട്രാവയലറ്റ് രശ്മികൾ, റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് രശ്മികൾ എന്നിവ അവയുടെ ഊർജത്തിൻ്റെ ആരോഹണക്രമത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് ഏതാണ്? ആദ്യം റേഡിയോ തരംഗങ്ങൾ വരും, അത് കഴിഞ്ഞ് മൈക്രോവേവ്, അത് കഴിഞ്ഞ് ഇൻഫ്രാറെഡ് രശ്മികൾ, അത് കഴിഞ്ഞ് അൾട്രാ വയലറ്റ് രശ്മികളാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. 41ാമത്തെ ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ഒരു ശരീരം ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണ ധ്രുവത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഭാരം എന്ത് സംഭവിക്കുന്നു? വർദ്ധിക്കുന്നു. ഓപ്ഷൻ എ വർദ്ധിക്കുന്നു കേട്ടോ. ഓപ്ഷൻ എ എന്നാണ് വർദ്ധിക്കുന്നു. 42ാമത്തെ ചോദ്യമാണ്. ക്രിക്കറ്റ് ബോൾ 45 ഡിഗ്രി കോണിൽ തിരശ്ചീനമായി മുകളിലേക്ക് എറിഞ്ഞാൽ അതിൻ്റെ പരമാവധി ഉയരത്തിൽ പ്രവേഗവും ത്വരണവും തമ്മിലുള്ള കോണളവ് എത്രയാണ്? 90 ഡിഗ്രി. എത്രയാണ്? 90 ഡിഗ്രി. 43ാമത്തെ ചോദ്യം. ലോഹങ്ങൾ നീരാവിയുമായി ലോഹങ്ങൾ നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏതാണ്? ഹൈഡ്രജൻ കേട്ടോ. ഹൈഡ്രജൻ ആണ്. ലോഹങ്ങൾ നീരാവിയുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണെന്ന് ഓർത്തിരിക്കുക. 44ാമത്തെ ചോദ്യമാണ്. കാർബണിൻ്റെ സ്വാഭാവിക ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? സ്വാഭാവിക ഏതൊക്കെയാണ്? C12 ആൻഡ് C13 കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 45ാമത്തെ ചോദ്യം. വാതകങ്ങൾ 0 വോളിയം ഉൾക്കൊള്ളുന്ന സാങ്കല്പിക താപനിലയെ കേവല 0 എന്ന് വിളിക്കുന്നു. ഇത് താഴെ പറയുന്നവയിൽ ഏത് വാതക നിയമം അനുസരിച്ചാണ്? 1 ചാൾസിൻ്റെ നിയമം കേട്ടോ. ചാൾസ് നിയമമാണ് കേട്ടോ. ചാൾസ് ലോ ആണ്. അതാണ് ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ്. 46ാമത്തെ ചോദ്യം. HSO4 അതിൻ്റെ സംയോജിത ആസിഡ് ബേസ് ജോഡി നൽകുക. 46ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക. H2SO4 ആൻഡ് SO4 2- കേട്ടോ. SO4 2- അതാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 47ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ചേരുംപടി ചേരാത്തത്? ചേരാത്തതാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ചേരുംപടി ചേരാത്തത്? ഏതാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ദക്ഷയാഗം ഉണ്ണായി വാര്യർ എന്നുള്ളത് തെറ്റാണ്. ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ് കേട്ടോ. അപ്പോൾ ദക്ഷയാഗം ഉണ്ണായി വാര്യർ. ഓക്കെ അല്ലേ? 48ാമത്തെ ചോദ്യമാണ്. മോഹിനിയാട്ടത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. മോഹിനിയാട്ടം ലാസ്യയുടെ ശൈലിയാണ് പിന്തുടരുന്നത്. മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശം വ്യവഹാരമാല എന്ന ഗ്രന്ഥത്തിൽ കാണാം. വടിവേലുവാണ് മോഹിനിയാട്ടത്തിലെ ചൊല്ലുകെട്ടിൻ്റെ ഘടന ചിട്ടപ്പെടുത്തിയത്. മോഹിനിയാട്ടത്തിൻ്റെ പുനരുജ്ജീവനത്തിനും ജനകീയവൽക്കരണത്തിനും ഒരു പ്രധാന വ്യക്തിയാണ് കനക് റെലെ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഓപ്ഷനും എന്താണ്? ശരിയാണ്. അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. ഇനി 49ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ചേരുംപടി ചേരുന്നത്? ഇതിൽ ജിമ്മി ജോർജ് വോളിബോൾ ഇതാണ് ശരിയായ ചേരുംപടി ചേരുന്നത്. ബാക്കിയെല്ലാം എന്താണ്? തെറ്റാണ്. ഇനി ലാസ്റ്റ് 50ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സത്യജിത്ത് റേ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? ഏതാണ്? ഏക് ദിൻ പ്രതിദിൻ കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഏക് ദിൻ
പ്രതിദിൻ.